PSC പരീക്ഷാ ക്രമക്കേടിൽ നടപടി. ക്രമക്കേട് കണ്ടെത്തിയ പരീക്ഷകൾ പുനർമൂല്യനിർണ്ണയം നടത്തും. ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു. വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ആസൂത്രണ ബോർഡ് സുപ്രധാന തസ്തികകളിലെ പരീക്ഷകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ക്രമക്കേടിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകും അല്ലെങ്കിൽ പുനർമൂല്യനിർണ്ണയം നടത്തും എന്നതിലേക്ക് വരുന്നു. എന്താണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ എന്താണ്? ശ്രുതി, PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് ക്രമക്കേട് പരാതി ഉയർന്നത്. അതിലൊടുവിൽ PSC ഇന്ന് ചേർന്ന യോഗത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആസൂത്രണ ബോർഡിലെ ഏറ്റവും സുപ്രധാനമായ 3 തസ്തികയാണ്. അടിസ്ഥാന ശമ്പളം 1.25 ലക്ഷം രൂപയുള്ള ആ തസ്തികയിലേക്കുള്ള പരീക്ഷകളിൽ 3 പരീക്ഷയുടെയും 10 വീതം ഉത്തരങ്ങൾ പരിശോധിച്ചില്ല എന്ന കണ്ടെത്തൽ അത് ഉദ്യോഗാർത്ഥികളാണ് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് സംശയമുണ്ടായപ്പോൾ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ചോദിച്ചു. പക്ഷേ PSC എല്ലാ ചട്ടങ്ങളും മറികടന്ന് പകർപ്പ് നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് 1 വർഷം കഴിഞ്ഞിട്ട് ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിച്ചത്. പകർപ്പ് പരിശോധിച്ചപ്പോൾ 10 ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ റാങ്ക് പട്ടികയിൽ വ്യത്യാസം വന്നത് എന്ന വാദമാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തിയത്. ട്രിബ്യൂണലിനെ സമീപിച്ചു. ട്രിബ്യൂണൽ ഇക്കാര്യത്തിൽ PSCയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് PSC ഉടൻ ഇതിൽ നടപടിയിലേക്ക് കടക്കുന്നത്. റാങ്ക് പട്ടിക ഉൾപ്പെടെ പുനഃപ്രസിദ്ധീകരിക്കാനുള്ള നിർണായക തീരുമാനം ഇപ്പോൾ PSC എടുക്കുന്നു. ഇതിനെക്കുറിച്ച് ആഭ്യന്തര വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണമുണ്ടാകും. മാത്രമല്ല, നിലവിൽ നിയമനം ലഭിച്ച ആ നിയമനം ഉൾപ്പെടെ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. പുനർമൂല്യനിർണ്ണയം നടത്തും. പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ മാർക്ക് വിവരങ്ങളടക്കം മറച്ചുവെച്ചു എന്ന ആരോപണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. വിവാദമായതിന് തൊട്ടുപിന്നാലെ തന്നെ ശരവേഗത്തിൽ ഇതിൽ റാങ്കിൽ 1ാം റാങ്ക് ലഭിച്ച ഇടത് യൂണിയൻ അംഗത്തിന് നിയമനം നൽകിയെന്ന ആക്ഷേപം കൂടി ഉയർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവർ നിയമ നടപടിയിലേക്ക് കടന്നത്. ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിലും അതേപോലെ തന്നെ പെർസ്പെക്ടീവ് പ്ലാനിംഗ് ഡിവിഷൻ, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ തസ്തികകളിലെ ചീഫ് തസ്തികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ് ഗുരുതരമായ ക്രമക്കേട് പരാതി ഉയർന്നത്. ആ പരാതിയിൽ ഒടുവിൽ PSC ഇന്ന് ചേർന്ന യോഗത്തിൽ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഇനി അന്വേഷണ റിപ്പോർട്ട് വരണം. അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിക്കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് PSCയുടെ തീരുമാനം. ബോധപൂർവമായ ക്രമക്കേടാണോ അല്ലാതെ സാങ്കേതിക പിഴവാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത്. 2023 ജൂലൈ 13-നായിരുന്നു പൊതു പ്രാഥമിക പരീക്ഷ നടന്നത്. 228 പേരാണ് പരീക്ഷ എഴുതിയത്. 2025 മെയ് 31-നാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പതിവില്ലാത്ത വിധം PSCയുടെ ചെയർമാന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരീക്ഷയുടെ അഭിമുഖം നടന്നത്. പരീക്ഷയ്ക്ക് ശേഷമുള്ള അഭിമുഖം നടന്നത്. അതിൽ തന്നെ ആരോപണമുണ്ടായിരുന്നു. 1ാം റാങ്കുകാരന് അരുൺ ജെ പ്രതാപിന്റെ നിയമനമാണ് പിന്നീട് വിവാദമായത്. ഇടത് സംഘടനാ പ്രവർത്തകൻ കൂടിയാണ് അരുൺ പ്രതാപ്. മാത്രമല്ല, PSC ചെയർമാന്റെ ഇടത് പശ്ചാത്തലം കൂടി അവിടെ ആരോപണത്തിന് കാരണമായി. MR ബൈജു എന്ന PSCയുടെ ചെയർമാന്റെ ഇടത് പശ്ചാത്തലമാണ് ഇത്തരമൊരു സംശയം PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകാൻ കാരണവും. ഒടുവിൽ അവർ നിയമ നടപടിയിലേക്ക് കടക്കുകയും ഹൈക്കോടതിയിലേക്ക് അടക്കം ഉദ്യോഗാർത്ഥികളുടെ ഹർജി എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് PSC ഒരു പുനരാലോചനയിലേക്ക് കടന്നത്. ശ്രുതി, 3 സുപ്രധാന പരീക്ഷകളിലാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നതാണ്. 10 അതിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫ് തസ്തികയിലെ ക്രമക്കേട് വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തുവന്നത്. അതിൽ തന്നെ 10 ചോദ്യങ്ങൾ പരിശോധിക്കാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്നുള്ളത് കൂടിയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചേർന്ന യോഗത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടിയാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.